കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ എല്ലാ ആയുർവേദ മരുന്നുകളും ഉള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നട്ട്സുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായപ്പോഴത്തേക്ക് ഞാനൊരു 100 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 8 ലഡുവിന് വേണ്ടി കണക്ക് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ആ ബദാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതിനു വേണ്ടിയാണ് ചൂടാക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന ഓട്സ്, അവൽ, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ടതിൽ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയ അയമോദകം എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഏകദേശം 200 ഗ്രാമോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വൈറ്റ് എള്ള ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കൈ ബ്ലാക്ക് എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചാൽ മതിയേ. ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ എക്സ്ട്രാ കുറച്ച് കാഷ്യൂം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഇനി നന്നായിട്ടുണ്ടല്ലോ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ, ചെറിയ തീയിലിളക്കി കൊടുത്താൽ മതി കേട്ടോ. നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ല ഒടിയുന്ന പാകത്തിൽ വേണമെന്ന് പറഞ്ഞില്ല ഞാനിത് ഓഫാക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇപ്പം നമ്മുടെ കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്യുന്ന സമയത്ത് ചൂടുള്ള സ്ഥലത്തൊന്ന് മാറ്റിയും വെക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനിയിപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നല്ലോണം പൊടിച്ചെടുക്കണം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകളും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനും ഡേറ്റ്സും ചേർക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ പഞ്ചസാര, ശർക്കര അങ്ങനെയുള്ള ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു അല്ലേ ഇത്. നമ്മുടെ കൂട്ടങ്ങനെ കറക്റ്റ് പാകത്തിന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാവേ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 20 ഡേറ്റ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലോണം കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്നതാ. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം നമ്മുടെ കൂട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. ലഡുവിന് ആവശ്യമായിട്ടുള്ള പൗഡർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. കാരണം ലഡുവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് നട്ട്സൊക്കെ കടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ. നല്ല ഫൈനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രുചി കാണത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി അരച്ചെടുത്ത ഡേറ്റ്സും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി, ഓപ്ഷനില്ല. അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവേ. ഞാൻ കുറച്ച് തേനും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കാം. പിന്നെ ആവശ്യത്തിന് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലഡുവിന് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ അതുപോലെ കർക്കിടകത്തിൽ കഴിക്കാനുള്ളതല്ലേ. ഇതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോഴത്തേക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നല്ലോണം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ പാകമാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ വേണ്ടവർക്ക് ചേർത്താൽ മതി. പക്ഷേ നമ്മൾ ഹെൽത്തി ലഡുവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പം മിക്സ് ചെയ്ത് നല്ല കുഴച്ചെടുത്തതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കർക്കിടകത്തിൻ്റെ മരുന്ന് ലഡു റെഡിയാക്കി എടുക്കാനേ. ഇതെപ്പോഴും കഴിക്കണമെന്നൊന്നുമില്ല, ഓരോന്നൊക്കെ വെച്ച് കഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള പ്രോട്ടീനൊക്കെ ഉണ്ട്. ഇനിയിപ്പം നല്ല എന്ന് ഉരുട്ടിയെടുക്കണം. ഇത് കണ്ട കയ്യിലൊന്നും ഒട്ടാതെ നല്ല ലഡുവിൻ്റെ പാകത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടവർക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മണ്ടയിൽ ക്യാഷ്യൂവോ മുന്തിരിയോ ഒക്കെ വെച്ചിട്ട് നല്ല അലങ്കരിച്ചെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാവേ. ഇങ്ങനെയുള്ള ലഡുവൊക്കെ ഉണ്ടാക്കിയാലേ മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും കഴിക്കാം കേട്ടോ.
നമ്മൾ ഒരേന്ന് വെച്ച് കഴിക്കണമെന്നേ ഉള്ളൂ, ഒരുപാടൊന്നും വേണ്ട. കാരണം ഇതിനകത്ത് തേൻ ചേർത്തിട്ടുണ്ട്. തേനൊക്കെ വേണ്ടവർക്ക് ചേർത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. 8 ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും നമ്മുടെ ആ കൂട്ടിൻ്റെ ആ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 8 ലഡുവാണ് കിട്ടിയിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ലഡു വെച്ച് കഴിച്ചേച്ചാൽ മതി. കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ശരീരം നന്നായിട്ട് നോക്കേണ്ട സമയമാണ്. ഇത്രയേ ഉള്ളൂ. മരുന്ന് ലഡു ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് പോലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് വേറെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.